ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അർത്ഥം ആണ് എന്നാണ്. ഓക്കെ, അപ്പം ഈസ് എന്തിൻ്റെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഈസ് ഉപയോഗിക്കുന്നത് ഹീയുടെ കൂടെ ഉപയോഗിക്കാം. ഹീ, അവൻ, അതായത് അവൻ ആണ് എന്ന് പറയാം. ഹീ ഈസ്. അതുപോലെ അവൾ, ഷീ ഈസ്. അതുപോലെ ഇറ്റ് നിങ്ങൾക്കറിയാം, നമുക്കൊരു ഏതെങ്കിലും ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ബേഡ് അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തുവിനെയാണ് ഇറ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റിൻ്റെ കൂടെ ഈസ് ഉപയോഗിക്കുക, ഇറ്റ് ഈസ്. അതുപോലെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരാളെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുടെ കൂടെ, അതായത് ഇപ്പോൾ രാഹുൽ ഈസ്. അതുപോലെ മൈ ബ്രദർ എന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ. അപ്പം മൈ ബ്രദർ എന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് മൈ ബ്രദർ ഈസ്. മൈ ഫ്രണ്ട്, അത് ഒരാളേ ഉള്ളൂ, അപ്പം മൈ ഫ്രണ്ട് ഈസ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈസ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പ്രവൃത്തി പറയാറില്ല. പ്രവൃത്തി വെച്ചാൽ ഓടുക, കഴിക്കുക, ഇരിക്കുക, വായിക്കുക, ഉറങ്ങുക, അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മൾ ഈസ് കഴിഞ്ഞ് പറയാറില്ല. അതായത് നമ്മൾ ഇപ്പം ഹീ ഈസ് കഴിഞ്ഞിട്ട് സ്ലീപ്പ് അങ്ങനെ നമ്മൾ പറയാറില്ല, അത് തെറ്റാണ്. ഈസ് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ആക്ഷൻ പറയാറില്ല. അഥവാ നമുക്ക് ആക്ഷൻ പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രവൃത്തിയുടെ കൂടെ നമ്മൾ ING ചേർക്കണം. ഓക്കെ, ഇപ്പോൾ സ്ലീപ്പാണെങ്കിൽ സ്ലീപ്പിൻ്റെ കൂടെ ING ചേർക്കുക, സ്ലീപ്പിംഗ്, അതായത് ഹീ ഈസ് സ്ലീപ്പിംഗ്, അല്ലെങ്കിൽ ഹീ ഈസ് ഈറ്റിംഗ്, അങ്ങനെ പറയത്തുള്ളൂ. അല്ലാതെ ആ പ്രവൃത്തി സാധാരണ നമ്മൾ ഡയറക്റ്റായിട്ട് ഈസ് കഴിഞ്ഞ് പറയാറില്ല. ഓക്കെ, ഇനി നമുക്കിപ്പം ഈസ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും? ഇപ്പം രാഹുലിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പേര് പറയാം, അതായത് ഹീ ഈസ് രാഹുൽ, പേര് പറയാം, അതിനുവേണ്ടി ഉപയോഗിക്കാം. ഈസ് അതിനുവേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അയാളുടെ ജോലിയോ അല്ല അയാൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പം ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് അങ്ങനെ പറയാം, അല്ല ഹീ ഈസ് എ ഡോക്ടർ അങ്ങനെ പറയാം. പിന്നെ ഈസ് ഉപയോഗിച്ച് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ നമുക്കൊരു റിലേഷൻ കാണിക്കാൻ പറ്റും. ഹീ ഈസ് മൈ ബ്രദർ, അതൊരു റിലേഷനാണ്. അതുപോലെ ഹീ ഈസ് യുവർ നൈബർ. ഓക്കെ, അപ്പോൾ അതൊക്കെ അങ്ങനെ റിലേഷൻ കാണിക്കാൻ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈസ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരാളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാം. അതായത് ഹീ ഈസ് ഇൻ ദ ഓഫീസ് അല്ലെങ്കിൽ ഹീ ഈസ് അറ്റ് ഹോം. ഒരാളിപ്പോൾ എവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് ഉപയോഗിക്കാം. അതുപോലെ അയാൾ ആരുടെ കൂടെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാം. അതായത് ഹീ ഈസ് വിത്ത് ഹിസ് ഫ്രണ്ട് അല്ലെങ്കിൽ വിത്ത് ഹിസ് ബ്രദർ. അങ്ങനെ നമുക്ക് ഈസ് ഉപയോഗിച്ച് ഒരാൾ ഇപ്പോൾ ആരുടെ കൂടെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈസ് ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ ഫീച്ചേഴ്സ്, ഒരാളുടെ വിശേഷണങ്ങൾ പറയാൻ പറ്റും. അതായത് ഹീ ഈസ് സ്ട്രോങ്, അതുപോലെ ഹീ ഈസ് ടോൾ. ഓക്കെ, അങ്ങനെ വിശേഷണങ്ങൾ പറയാൻ പറ്റും ഒരാളുടെ. അതുപോലെ തന്നെ ഹീസ് ഉപയോഗിച്ച് നമുക്ക് പിന്നെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസ് പറയാം. അതായത് ഹാപ്പി, സാഡ്, ആംഗ്രി, അതുപോലെയുള്ള ഇമോഷൻസ് പറയാം. അതായത് ഹീ ഈസ് ഹാപ്പി, അതായത് ഹീ ഈസ് സാഡ്, അങ്ങനത്തെ ഇമോഷൻസ് പറയാം. ഹീ ഈസ് സർപ്രൈസ്ഡ്, ഹീ ഈസ് ടയേർഡ്. ഓക്കെ, ഹീ ഈസ് എക്സൈറ്റഡ്, അങ്ങനെ ഇമോഷൻസ് പറയാൻ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഹീയോട് ഉപയോഗിക്കാം, ഷീയോട് ഉപയോഗിക്കാം, ഇറ്റ്. അതുപോലെ ഒരാളെ ഉള്ളൂ എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതിൻ്റെ കൂടെ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പോൾ ഈസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആണ് എന്നാണ്. അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പ്രവൃത്തികളൊന്നും നേരിട്ട് പറയാറില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ആണെന്ന് പറഞ്ഞു, ഇനി നമുക്ക് അല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈസിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവൻ രാഹുൽ അല്ല എന്നങ്ങനെ പറയും, ഹീ ഈസ് നോട്ട് രാഹുൽ. ഓക്കെ, അപ്പോൾ അല്ല എന്ന് പറയാൻ വേണ്ടി ഈസിൻ്റെ കൂടെ നോട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ആണോ എന്ന് ചോദിക്കണം. ഇപ്പം അവൻ രാഹുലാണോ, അതെനിക്കറിയത്തില്ല രാഹുലാണോ എന്ന്, അപ്പോൾ എനിക്ക് ചോദിക്കണം. അപ്പം ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈസ് നമ്മൾ ആദ്യം ചേർക്കണം. ഓക്കെ, അപ്പോൾ ഈസ് ഹി രാഹുൽ അങ്ങനെയാണ്. അവൻ ഒരു സ്റ്റുഡൻ്റ് ആണോ, അപ്പോൾ ഈസ് ആദ്യം ചേർക്കാം. ഈസ് ഹി എ സ്റ്റുഡൻറ്റ്. അപ്പം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഈസ് ചേർത്ത് നമ്മൾ പറയണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അവൻ രാഹുലാണോ, അപ്പോൾ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും എൻ്റെ ആൻസർ. ഇനി നമുക്ക് അല്ലേ എന്ന് എടുത്ത് ചോദിക്കണം. അതായത് നമുക്കിപ്പോൾ അറിയാം അവൻ രാഹുലാണ്, പക്ഷേ എന്നാലും നമ്മളൊരു സംശയം കാരണം നമ്മൾ എടുത്ത് ചോദിക്കും അവൻ രാഹുൽ അല്ലേ എന്ന് എടുത്ത് ചോദിക്കുകയാണോ. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം തന്നെ ഈസ് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർക്കും. അതായത് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഈസ് നോട്ടിന് നമുക്ക് ഷോർട്ടായിട്ട് ഈസിൻ്റെ എന്ന് പറയാം. അപ്പോൾ ഈസിൻ്റെ ഹി രാഹുൽ, അവനൊരു സ്റ്റുഡൻ്റ് അല്ലേ, അത് ചോദിക്കാൻ ഈസിൻ്റെ ഹി എ സ്റ്റുഡൻറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതുപോലെ ഈസ് ഉപയോഗിച്ച് ആണ് എന്ന് പറയാം, ഈസിൻ്റെ ഉപയോഗിച്ച് അല്ല എന്ന് പറയാം. അതുപോലെ ഈസ് വെച്ച് തുടങ്ങുവാണെങ്കിൽ ആണോ എന്നർത്ഥം വരും, അതായത് ചോദിക്കാൻ പറ്റും. അതുപോലെ
അല്ലേന്ന് ചോദിക്കാൻ ഈസിൻ്റെ വെച്ചിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി. അപ്പം ഈസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.